ഗുഡ് മോർണിംഗ്. അമ്മൂസ് വ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. രാവിലെ അടുക്കളയിൽ വന്ന് ഒരു കടുങ്കാപ്പി കുടിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്, എല്ലായിടത്തും ഇപ്പോൾ തണുപ്പാണെന്ന് തോന്നുന്നു. ഭയങ്കര തണുപ്പായിട്ട് ഞാൻ കോട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യമേ ചോറ് അരി അടുപ്പത്തിടുന്നുണ്ട്. അത് ഒരു സൈഡിലിരുന്ന് ആകുമ്പോഴത്തേനും നമുക്ക് ബാക്കിയൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ നോയമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും കപ്പയും ബീഫും ഒക്കെ ആണെങ്കിൽ വലിയ ഇഷ്ടം. അങ്ങനെ നമ്മൾ വാങ്ങി അത് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ രീതിയിൽ, പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഞാനും അതേപോലെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ട് അതിനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരും ചേട്ടനൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് പോയത്, അവിടെ നിന്ന് എല്ലാവരും കൂടെ പോയത്. അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച വൈകിട്ടത്തേന് നമ്മുടെ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നിടത്ത് നമ്മൾ പിറ്റേന്ന് സൺഡേ ആണ് ഓരോന്ന് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറേ പെൻഡിങ് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് ബീഫ് കറിയൊക്കെ ഒരു വശത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് കപ്പ വേവിക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല തണുപ്പാണ്. ഇപ്പോൾ വെയിൽ പുറത്തായി വരുന്നുണ്ടെങ്കിലും പെരയ്ക്കകത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഞാനിങ്ങനെ കോട്ടുമൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കപ്പയും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ കപ്പയൊക്കെ വേവിച്ചു, ബീഫൊക്കെ കറി വെച്ചു. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേരും ഒക്കെ കഴിച്ചു. ഇനി നല്ല വെയിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ തുണി കഴുകിയിടുകയാണ്. അപ്പോൾ 2-3 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ടേക്കുവാണെങ്കിൽ അവിടെ കിടന്ന് ഉണങ്ങിക്കോളുമല്ലോ. നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് നമ്മൾ ഒരു മെഴുക്കുവരട്ടിയൊക്കെ റെഡിയാക്കി ചോറുമൊക്കെ കഴിച്ചിട്ട് ഇന്ന് നമ്മുടെ പറമ്പിലൊന്ന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ പതിയെ വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം വാടകയൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയും വീടിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കൂടി ഒരു 2-3 മാസമായി പറമ്പിലേക്ക് പോയിട്ട്, കാരണം ഹോസ്പിറ്റൽ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. അപ്പോൾ ഒന്ന് പോയി കണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് പ്ലാവും പിന്നെ റബ്ബർ, വാഴ, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോയി എല്ലാം ഒന്ന് കണ്ടു. പ്ലാവ് ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ വിളയാറൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി കണ്ടേച്ച് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോന്നു. അവിടെ വന്ന് പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.